ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന പൊട്ടറ്റോ വെഡ്ജസ് ആണ്. ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ വെഡ്ജസ് ആണ്. നല്ല ക്രിസ്പിയാണിത്. പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടാട്ടോ ഇരിക്കുന്നത്. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് 4 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. എടുക്കുമ്പോൾ കുറച്ച് ചെറിയ ഉരുളക്കിഴങ്ങ് എടുക്കുക. ഇനി ഇതിനെ നമുക്കൊന്ന് മുറിച്ചെടുക്കണം. മുറിക്കുമ്പോൾ വലിയ പീസായിട്ടാണ് മുറിക്കേണ്ടത്. ഇത് കണക്ക് വലിയ പീസായിരിക്കണം. ഇത് കണക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പുഴുങ്ങണം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് അധികം വെള്ളം വെക്കണം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റ് നേരത്തേക്ക് മാത്രമേ ഈ വെള്ളത്തിലേക്ക് ഇടാൻ പാടുള്ളൂ. 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കണം. 6 മിനിറ്റ് ആകാൻ പാടില്ല. 6 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വേവ് ഇതിന് കിട്ടത്തില്ല. 6 മിനിറ്റ് ആകുമ്പോൾ കുറേ കൂടെ വെന്ത് പോകും. ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം തന്നെ ഇതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് പോകും. ഇതുപോലൊരു സ്ട്രെയിനറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ അങ്ങ് പൊക്കോളും. ഇനി ഇതിനൊരു കോട്ടിംഗ് ഉണ്ടാക്കണം. അതിനായിട്ട് 1/4 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് ചതച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ ഒറിഗാനോ, കുറച്ച് ഉപ്പ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കണം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഇതുപോലെ നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കണം. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ കലക്കിയെടുക്കുമ്പോൾ ഇതുപോലെ നല്ല വെള്ളം പോലത്തെ ബാറ്റർ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കട്ടിയുള്ള കോട്ടിങ് വരാൻ പാടില്ല. ഇനി നമുക്ക് ആ പൊട്ടറ്റോ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ചെറിയൊരു ലെയർ വരാനേ പാടുള്ളൂ. നമുക്കിത് വറുത്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി കിടക്കുമോ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് എടുത്തതിന് ശേഷം ഈ മാവിൻ്റെ അകത്തുനിന്ന് എടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഇങ്ങനെ തട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ടുള്ള ആ മാവ് ഒന്ന് പോകണം. അതിന് വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുറമേ കൂടെ ഇങ്ങനെ ഒലിച്ചിരിക്കുന്ന പോലെ ഇരിക്കും. നമ്മുടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാവും. ഇപ്പം മാവൊന്നും ഉറ്റി വീഴുന്നില്ല. ഇനി ഇത് എണ്ണയിലേക്ക് ഇടാം. കണക്ക് ഒന്ന് ജസ്റ്റ് പാത്രത്തിൻ്റെ സൈഡിൽ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് പൊക്കോളും. അതിനുശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഇതൊന്ന് ഇതുപോലെ ഒന്ന് വിടിച്ച് കൊടുക്കുക. അപ്പോൾ മുട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം. ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. ബ്രൗൺ നിറാകുന്നവരെ ഇത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യണം. ഇത് ഓൾറെഡി കുക്കായിട്ടുള്ളൊരു പൊട്ടറ്റോ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറമേ ഉള്ള കോട്ടിങ് മാത്രം ഒന്ന് വെന്തേച്ചാൽ മതി. ഇതൊന്നും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ചെറിയൊരു ബ്രൗൺ നിറായി. ഇനി ഇത് എണ്ണയിൽ നമുക്ക് കോരിയെടുക്കാം. കോരിയെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലൊരു ക്രിസ്പിയാണിത്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രിസ്പിയാണിത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ വെഡ്ജസ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആട്ടോ. ഇത് ഒന്നും കൂടെ ക്രിസ്പി ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഡബിൾ ഫ്രൈ ചെയ്താൽ മതി. ഇത് കണ്ടോ, ഇതിൻ്റെ പുറം നല്ലൊരു മുരുമുരാന്നും ഉള്ളിൽ ആ പൊട്ടറ്റോൻ്റെ ഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. Thank you.